വിശ്രമിക്കാൻ സാധിക്കണം, ഉറക്കം കിട്ടണം. അതേപോലെ തന്നെ മനുഷ്യന് വംശവർദ്ധന വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടണം. ഈ 4 കാര്യങ്ങളും മൃഗങ്ങൾ, കീടങ്ങൾ, സർവ്വ ജീവജാലങ്ങൾ ഇതിനെല്ലാം ഉള്ള സംഗതികൾ. മനുഷ്യനും ഈ സംഗതികളുണ്ട്. പക്ഷേ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർ കുറച്ച് പറയുന്നു, ധർമ്മോ ഹി തേഷാം സർവവിശേഷ ധർമ്മോ വിഹേന പശുനരാണാം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ധർമ്മം എന്നുള്ളൊരു കാര്യമുണ്ട്. അത് ഈ സർവ്വജീവജാലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്. അതില്ലെങ്കിൽ ഈ ഒരു മൃഗത്തിന് തുല്യമായിരിക്കും മനുഷ്യൻ ധർമ്മം ഇല്ലെങ്കിൽ. എന്താണ് ധർമ്മം എന്നുള്ള ചോദ്യം വരുന്നു. അപ്പോൾ ഓരോരുത്തരും വ്യക്തിയും ധർമ്മത്തെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത് 4 തൂണുകളുണ്ട് ധർമ്മത്തിന്. അതിലൊന്ന് സത്യമാണ്. സത്യം അനുസരിച്ചുള്ള ജീവിതം, സത്യം ജീവിതത്തിൽ വ്രതമാക്കിയിട്ടുള്ള ജീവിതം. മറ്റൊന്ന് ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കാണുമ്പോൾ അതിൽ കരുണ തോന്നുക, കരുണ, ദയ. ഈ ഒരു കാര്യം മറ്റു മൃഗങ്ങളെ സംബന്ധിച്ചോളം അത് അതിൻ്റെ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവനവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഏത് കാര്യം ചെയ്യാൻ അവർക്ക് തടസ്സമില്ല. പക്ഷെ മനുഷ്യനതല്ല, കരുണ എന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഈ കരുണയ്ക്കും അപ്പുറം ജീവിതത്തിൽ ഒരു ശുദ്ധിയുണ്ട്, ബാഹ്യ ആഭ്യന്തര ശുദ്ധി. ചില പ്രത്യേക ജീവിത മൂല്യങ്ങളിൽ കാത്തു സൂക്ഷിക്കുക. ആ ഒരു ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു പ്രത്യേക നിലക്കുള്ള മറ്റുള്ളവരുടെ മനസ്സിൽ ആദരവും ശ്രദ്ധയും ഉണ്ടാകുന്നതിൽ തൻ്റെ ജീവിതത്തെ ശുദ്ധമാക്കുക. ഈ ഒരു ശുചിത്വം അഥവാ ബാഹ്യ ആഭ്യന്തര ശുദ്ധി എന്ന് പറയുന്നു. 4ാമത്തെ കാര്യമാണ് തപസ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏകാഗ്രമായിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവും. ഇങ്ങനെ ഈ ഒരു 4 കാര്യങ്ങൾ, സത്യം, കരുണ, ശുദ്ധി, തപസ്, ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ധർമ്മം നിലനിൽക്കുന്നത്. ഈ ഒരു ധർമ്മമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനും ഈ മൃഗജാലങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അതിപുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ ഭാരതീയ ജീവിതം ഈ 4 തൂണുകളെ അടിസ്ഥാനമുള്ള ധർമാനുസൃതമായ ജീവിതം നയിക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിൽക്കൊരു ജീവിതത്തിൻ്റെ പാരമ്പര്യം വരുമ്പോൾ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു, ഈ ഒരു ശരിക്കും നോക്കുമ്പോൾ ഈ ഒരു ആദർശമയമായ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വിഷമങ്ങളുണ്ടാകും ജീവിതത്തിൽ. നമ്മുടെ പുരാണത്തിലൊക്കെ പറയുന്ന സത്യം അനുഷ്ഠിച്ച് ജീവിക്കാൻ തയ്യാറായ ഹരിചന്ദ്രന് ഏതെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളും ഉണ്ട്. ആ സത്യം നല്ലത് പാലിക്കാൻ വേണ്ടി സ്വന്തം രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നു, സ്വന്തം പത്നി ഉപേക്ഷിക്കേണ്ടി വന്നു, കുട്ടി നിൽക്കേണ്ടി വന്നു. അവസാനം ആ കുട്ടിയെ ദഹിപ്പിക്കാൻ വരുന്ന സമയത്ത് സ്വന്തം കുഞ്ഞാണെന്ന് അറിഞ്ഞാലും ശരി, ആ ഒരു തൻ്റെ കർത്തവ്യത്തിന് മാറാൻ പാടില്ല, അവരുടെ പൈസ കിട്ടണം, കാരണം ഉടമസ്ഥർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ രീതിയിലുള്ള അനവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നാലും ശരി, താൻ ജീവിതത്തിൽ സ്വീകരിച്ച ലക്ഷ്യത്തിൽ തുറച്ചു നിൽക്കണം. ഇതേപോലെ തന്നെ കരുണ എന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ജീവിതത്തെ ബാധിക്കാതെ ബാക്കിയുള്ളവരുടെ കരുണ കാണിക്കലില്ല. നമ്മുടെ ഭാരതത്തിലെ കഥകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു ശിബി ചക്രവർത്തിയുടെ മുമ്പിലേക്ക് മടിയിലേക്ക് ഒരു പ്രാവ് പറന്നെത്തുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണം, രാജാവിനെ ഞാൻ ആശ്രയിക്കണം, രാജാവിൻ്റെ കർത്തവ്യമാണ്. ആ സമയത്ത് അപ്പുറത്ത് ഒരു പരുന്ത് വന്നിരിക്കുന്നു, ഇതെൻ്റെ ഭക്ഷണമാണ്, അതിൻ്റെ പുറകെ ഞാൻ രാവിലെ മുതൽ പറക്കണം, എനിക്ക് വിശപ്പുണ്ട്. ഒരു രാജാവിൻ്റെ കർത്തവ്യം പ്രജയുടെ ധർമ്മം, പ്രജയുടെ ആ ഒരു വിശപ്പ് സംരക്ഷിക്കൽ കൂടിയാണ്, തീർക്കലും കൂടിയാണ്. അപ്പോൾ രാജാവിൻ്റെ ധർമ്മം നൽകി പ്രാവിനെ രക്ഷിക്കണം, പരുന്തിൻ്റെ വിശപ്പ് മാറ്റണം. യാതൊരു സങ്കോചമില്ലാതെ നമ്മുടെ ശുദ്ധിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. ശരി, നിൻ്റെ ജീവൻ ഞാൻ രക്ഷിക്കണം, നിന്റെ വിശപ്പ് മാറ്റാം, നിന്റെ വിശപ്പ് മാറ്റാൻ ഈ പ്രാവനത്തിനെ തിന്നുന്നില്ല, എൻ്റെ ശരീരത്തിലെ മാംസം ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ ശിവചക്രവർത്തി.
ഈ രീതിയിലുള്ള കഥകൾ നമ്മുടെ നാട്ടിൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദർശനിഷ്ഠമായ സമൂഹത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള ജീവിതം നയിക്കാൻ എത്രമാത്രം വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സുഖത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം അവനവൻ്റെ സുഖമല്ല. ഈ സുഖം ബാക്കിയുള്ളവന് സുഖമുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകും. അവിടെ അത് പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനത്തെക്കുറിച്ച് പറയുന്നു. ആത്മനോ മോക്ഷാർത്ഥ ജഗത് ഹിതായ. അവനവൻ ആത്മസുഖത്തിന് ആഗ്രഹിക്കുന്നത് അവരെന്ന് സുഖമായി വന്നിടണം. ബാക്കിയുള്ളവന് ദുഃഖമുണ്ടാക്കിയിട്ട് ഞാൻ സന്തോഷിക്കലല്ല. നേരെ മറിച്ച് എൻ്റെ സുഖം എന്നുള്ളത് ഭൗതികമായ സുഖത്തിനേക്കാൾ ഉപരി മറ്റുള്ള സമൂഹത്തിൻ്റെ സുഖം, അതിനു വേണ്ടി ആ സമൂഹത്തെ മുഴുവൻ സുഖസമ്പന്നമാക്കാൻ സാധിക്കുന്ന സമയത്ത് അതിൽ വരുന്ന കഷ്ടപ്പാടുകൾ പോലും സ്വന്തം സുഖമായിട്ട് കരുതാൻ തയ്യാറാണ്. ഈ ആത്മനോ മോക്ഷാത്ത ജഗത് എന്നുള്ള ആ തത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരവന് സുഖത്തിനായി വന്നിടണം എന്ന് പറഞ്ഞത്. ഈ ഒരു കാര്യം വെറും ഒരു തത്വമായിട്ടും സിദ്ധാന്തമായിട്ട് സ്വീകരിക്കലില്ല. അതിപുരാതന കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന എനിക്ക് സുഖം ഉണ്ടാകണം, എനിക്ക് സന്തോഷം ഉണ്ടാകുന്നല്ല പ്രാർത്ഥനയല്ല. സർവേ സുഖന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവരും ആരോഗ്യപൂർണമായ ജീവിതം നീക്കട്ടെ, ആർക്കും രോഗമുണ്ടാകാതിരിക്കട്ടെ, എല്ലാ സ്ഥലത്തും എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, ഒരിക്കലും ആർക്കും ദുഃഖമുണ്ടാകാതിരിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഭാരതത്തിൻ്റെ ജീവിത ആദർശത്തിൻ്റെ പ്രത്യേകത. ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് നമ്മുടെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ എല്ലാവർക്കും സുഖമുണ്ടാകും. ഈ തരത്തിൽ നമ്മുടെ പൂർവികന്മാർ അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ലോകത്തിൽ ഭാരതത്തിൻ്റെ പുറത്തുള്ള അനവധി രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ മുഴുവൻ പലപ്പോഴും അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ കാലാവസ്ഥ, അവിടെ വിഭവങ്ങളുടെ അഭാവം, ഈ വക കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അത്രയും ഉന്നതമായ ജീവിത ആദർശം അത് സ്വീകരിക്കാൻ അവർക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അറബി രാജ്യങ്ങളിൽ മരുഭൂമി പ്രദേശമാണ്. അപൂർവം അവിടെ ഇവിടെ ചില പ്രത്യേക നിലത്തിലുള്ള ചില സംഗതികൾ കാണാൻ സാധിക്കും. മരുപ്പച്ച, അവിടെ മാത്രമേ ചിലപ്പോൾ ജല സൗകര്യങ്ങളുള്ളൂ, ജീവിത സൗകര്യങ്ങളുള്ളൂ. അതുകൊണ്ട് മരുപ്പച്ചയുള്ള ആൾക്കാർ അവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു കൂടുന്നു. പക്ഷേ വിഭവം കുറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാർക്ക് തോന്നുന്നു, ഞങ്ങളുടെ സ്ഥലത്ത് വിഭവങ്ങളില്ല, നമുക്ക് ജീവിത സുഖം വേണമെങ്കിൽ ആ സ്ഥലത്ത് കയറി ആക്രമിച്ച് വേണ്ടി വന്നാൽ കൊള്ളയടിച്ചിട്ട് അവിടുത്തെ വിഭവങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഈ തരത്തിൽ വിഭവങ്ങളുടെ അഭാവം കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കൊള്ളയടിക്കലും ആക്രമിക്കലൊക്കെ അവർക്ക് ജീവിതത്തിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. ആ തരത്തിലുള്ള സിദ്ധാന്തത്തോടു കൂടി ആ രാജ്യങ്ങൾ വളർന്നു. യൂറോപ്പ് രാജ്യങ്ങൾ ഭയങ്കര ശൈത്യമാണ്. അവിടെ ഈ തരത്തിലുള്ള അലവധി വിഭവങ്ങളുടെയും കാലാവസ്ഥയുടെയും എല്ലാം കാര്യങ്ങൾ കാരണം അന്യോന്യം ആക്രമിച്ചും ഒക്കെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ ഭാരതത്തിൻ്റെ ജീവിതം എന്താ? കശ്മീർ മുതൽ കന്യാകുമാരി വരെ നോക്കുമ്പോൾ സർവ്വതരത്തിലുള്ള വിഭവങ്ങളും, സസ്യശ്യാമള കോമളമായിട്ടുള്ള ഭൂമി, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും, അനവധി നദികൾ ഒഴുകുന്ന സമൃദ്ധമായിട്ടുള്ള ഭൂപ്രദേശം, ലോകത്തിലെ ഏതെല്ലാം തരത്തിലുള്ള കാലാവസ്ഥകളുണ്ടോ അതിൻ്റെ മുഴുവൻ ഒരു സാമ്പിൾ നമുക്ക് ഭാരതത്തിൽ കാണാൻ സാധിക്കുന്നു. അത്യുന്നതമായ ഹിമാലയം, ഹിമം മൂടിക്കിടക്കുന്ന ഹിമാലയ പ്രദേശം, അറബി രാജ്യങ്ങളെ തോൽപ്പിക്കുന്ന താർ മരുഭൂമി ഉള്ള പഞ്ചാബ് സിന്ധു ഭാഗത്തുള്ള മരുഭൂമി പ്രദേശം, ഗംഗയും യമുനയും എല്ലാം ഒഴുകി സമൃദ്ധമായിട്ടുള്ള സമതല പ്രദേശമായിട്ടുള്ള ഗംഗാ സിന്ധു തല പ്രദേശങ്ങൾ, കേരളത്തിലും ഈ ഭാഗത്ത് നിന്ന കുന്നും മലകളും എല്ലാം കാണുന്ന സസ്യശ്യാമളമായിട്ടുള്ള ആ കുന്നൻ പ്രദേശങ്ങളും താഴ്വര പ്രദേശങ്ങളും എല്ലാം അടങ്ങുന്ന പ്രദേശം, അതിവിശാലമായിട്ടുള്ള സമുദ്രതലം, എല്ലാ തരത്തിലുള്ള കാലാവസ്ഥകളും,
ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ നമുക്ക് ഭാരതത്തിൽ സാമ്പിൾ കാണാൻ സാധിക്കും. ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും കാര്യം നമ്മൾ കാണാൻ സാധിക്കും. ഈ നിലയ്ക്ക് സർവ്വവിധ വിഭവങ്ങളോടുകൂടി സമ്പൽ സമൃദ്ധമായിട്ടുള്ള വിശാലമായിട്ട് ഒന്നിനും കുറവില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പൂർവികർ ലോകത്തെ കീറി ആക്രമിക്കാനോ കൊള്ളയടിക്കാനോ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, മതപരമായ ആക്രമണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് ഈ നാട്ടിലേക്ക് ഓടി വന്ന ആൾക്കാരെ മുഴുവൻ നമ്മുടെ ഭാരതം സ്വീകരിച്ചു. നമുക്കറിയാം, മതപരമായിട്ടുള്ള കാര്യങ്ങളെ പീഡിപ്പിക്കപ്പെട്ട ആ തുർക്കിയിൽ നിന്ന് അന്നത്തെ ഇറാൻ, അവിടുന്ന് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ഓടി വന്നു. അവർ സൂര്യാരാധനക്കാരൻ, ഇറാനിലെ ആൾക്കാർ, അവരെ നമ്മൾ സ്വീകരിച്ചു. പണ്ടത്തെ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാർസികളായിട്ടുള്ള ആൾക്കാർ. ഇതേപോലെ തന്നെ ഈ ക്രൈസ്തവരുടെ ആക്രമണം കൊണ്ട് ആക്രമിക്കപ്പെട്ട ഈ ജൂതന്മാരായിട്ടുള്ള ആൾക്കാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയത ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ഓടിപ്പോയി. മറ്റ് പ്രദേശങ്ങളിലെല്ലാം അനവധി പീഡനങ്ങൾക്ക് വിധേയരാകേണ്ടി വന്ന സമയത്ത് ഈ ഭാരതത്തിൽ വന്ന ജൂതന്മാർക്ക് അവരുടെ ആരാധനാ സമ്പ്രദായം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തു. അവർക്ക് അവരുടെ ആരാധന സ്ഥാപനം ജീവിക്കാനും അവരുടെ വിശ്വാസത്തിന് യാതൊരു കോട്ടവും തരാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങളുടെ പൂർവ്വങ്ങൾ കൊടുത്തു. പിന്നീട് ഇസ്രായേലിലേക്ക് തിരിച്ചു പോയിട്ട് ആൾക്കാർ പറഞ്ഞു, അവരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, ലോകത്തിലെ എല്ലാ സ്ഥലത്തും അനവധി തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സാധിച്ച ഒരേ ഒരു സ്ഥലം അത് ഭാരതമാണ്. അന്ന് ലോകത്തെ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറായി. ഈ രീതിയിലുള്ള ഒരു ജീവിതം നയിച്ച് അനവധി തരത്തിലുള്ള ഭാഷ, അനവധി വേഷം, ആരാധനാ സമ്പ്രദായങ്ങൾ, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണ രീതി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരി, ഈ നേരത്തെ പറഞ്ഞ 4 തൂണുകളുടെ അടിസ്ഥാനത്തിൽ ധർമാനുസൃതമായിട്ടുള്ള ജീവിതം, അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ ശണ്ട കൂടാനുള്ള വൈവിധ്യങ്ങളെല്ലാം, ഇതെല്ലാം ഈശ്വരൻ്റെ ബഹിർക്കായിട്ടുള്ള വിശാലമായിട്ടുള്ള മാതൃകയാണ്. ഒരു പൂന്തോട്ടത്തിൽ ഒരേ തരത്തിലുള്ള പൂക്കൾ ഉണ്ടെങ്കിൽ ആ പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാവില്ല. അനവധി തരത്തിലുള്ള പുഷ്പങ്ങൾ, അനവധി വൈവിധ്യത്തോടുകൂടി ആ പൂന്തോട്ടത്തിന് അതിൻ്റെ ഭംഗി എന്ന് പറയുന്ന പോലെ ഈ വൈവിധ്യങ്ങളെല്ലാം ഒരേ ദൈവിക ചേതനയുടെ ബഹിർപ്രകടനങ്ങളാണ് എന്ന് മനസ്സിലാക്കി വൈവിധ്യത്തെ വൈരുദ്ധ്യമായി കണ്ട് വഴക്കടിക്കാതെ ഇതെല്ലാം തന്നെ ഈശ്വരാനുഗ്രഹമാണ് എന്ന് സ്വീകരിക്കാൻ തയ്യാറുള്ള സമാജ ജീവിതം അത് പുരാതന കാലം മുതൽ തന്നെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ട് ഭാരതത്തെ ലോകം ജഗദ്ഗുരു, ജഗത്തിൻ്റെ ഗുരുസ്ഥാനം അനുകരിക്കേണ്ട ഒരു മാതൃകയാണ് എന്ന് സ്വീകരിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഏതെങ്കിലും വലിയ തത്വം ആ സിദ്ധാന്തം കൊണ്ട് മാത്രം നിലനിൽക്കില്ല. ആ സിദ്ധാന്തത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ശക്തി ആ സമൂഹത്തിന് ആവശ്യമാണ്. ആ ശക്തിയുടെ അടിസ്ഥാനം തൻ്റെ പൂർവികതയെക്കുറിച്ചുള്ളൊരു ബോധം, ആത്മബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ആത്മബോധം ക്രമേണ നശിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്കുള്ള ആ ഒരു മാറി തള്ളുന്നത് പോയിട്ട് നമ്മുടെ നാടിൻ്റെ അധപ്പതനം ആരംഭിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രാകൃതരായിട്ടുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരിവിടെ നിന്ന് ആക്രമിച്ചു. ആ സമയത്ത് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ തക്കമുള്ള ശക്തി, സംഘടിത ശക്തി, അത് നമ്മുടെ സമാജത്തിൽ ഇല്ലാതെ. നമ്മൾ ശക്തിയില്ലാത്തവരല്ല. നമ്മുടെ ചരിത്രവും പൂർവികത പറയുന്നത് ലോകത്തിൽ തങ്ങളുടെ സുഖത്തിന് വേണ്ടി ലോകത്തിൻ്റെ സുഖം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആസുരിക ശക്തികൾ, രാഷ്ട്രീയ ശക്തികൾ അത് ഉണ്ടായിട്ടുണ്ട്. ആ രാക്ഷസീയ ആസുരിക ശക്തികൾ ബാക്കിയുള്ളവരുടെ സുഖത്തെ ഹനിക്കാൻ തയ്യാറാകുന്ന സമയത്ത് നമ്മുടെ ഈ നാട്ടിൽ കരുത്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. ദശരഥനെ പോലുള്ള ആൾക്കാർ ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ചെന്ന് ആ ഒരു ആസുരിക ശക്തികളെ പരാജയപ്പെടാൻ തയ്യാറാകുന്ന കരുത്തുറ്റ ശക്തികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമ്മുടെ രാമായണ മഹാഭാരത കഥയിലെ പഠിപ്പിക്കുന്നു, തൻ്റെ സുഖം, ഭൗതിക സുഖം, അതിനു വേണ്ടി ആൾക്കാർ വിദ്വാനാകാം, വിദ്യയുണ്ടാകാം, സാമ്പത്തിക ശക്തി ഉണ്ടാകാം, അവൻ അതേപോലെ തന്നെ ബലം ഉണ്ടാകാം. അതുണ്ടാകുന്ന സമയത്ത് ഖലൻ, ദുഷ്ടൻ എങ്ങനെ പ്രവർത്തിക്കും? നമ്മൾ പറയുന്നു വിദ്യ വിവാദായ. അതേപോലെ തന്നെ ധനം മതത്തിന് വേണ്ടി,
തൻ്റെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി, ബലം പരപീഡനത്തിന് വേണ്ടി. അങ്ങനെ ബലവാന്മാരുണ്ടാകാം, സിദ്ധി ഉണ്ടാകാം, അവർക്ക് മറ്റേ സമ്പത്തുണ്ടാകാം. ഈ കാര്യങ്ങളെല്ലാം ഖരന്മാർ, ദുഷ്ടന്മാർ അവർ മറ്റുള്ളവരുടെ പീഡനത്തിന് വേണ്ടി ഉപയോഗിക്കും. നേരെ മറിച്ച് സജ്ജനങ്ങൾ, ധർമ്മബോധമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവർ അവരുടെ വിദ്യ ബാക്കിയുള്ളവരുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് വിദ്യയ്ക്ക് ജ്ഞാനം കൊടുക്കാനായിട്ട് അവർ തയ്യാറാവും. അവരുടെ സമ്പത്ത് അവൻ്റെ അധികാരവും അഹങ്കാരവും ആ സാമ്പത്തിക ശക്തിയും കാണിക്കാനല്ലാതെ പരദാനായ ധനത്തിൽ വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവും. ബലം രക്ഷണായ ബാക്കിയുള്ളവരുടെ സംരക്ഷണത്തിൽ ഉപയോഗിക്കാൻ തയ്യാറാവും. നമ്മുടെ രാമായണം പഠിപ്പിക്കുന്ന നമ്മളെ അതല്ലേ. രാവണന് സാമവേദിയായിരുന്നു, പണ്ഡിതനായിരുന്നു. പക്ഷെ ആ പാണ്ഡിത്യം അദ്ദേഹം ഉപയോഗിച്ചത് മുഴുവൻ സമൂഹത്തിൻ്റെ ദ്രോഹത്തിന് വേണ്ടിയിട്ടാണ്. നല്ല സമ്പത്ത് കിട്ടിയതൊന്നും മതിയാകാതെ കുബേരനെ കയറി ആക്രമിച്ച് കുബേരൻ്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നു. അതേപോലെ തന്നെ വൈശ്രവണരുടെ കയ്യിൽ വിമാനം ഉണ്ടാകുമ്പോൾ ആ വിമാനം പിടിച്ചെടുക്കാൻ പരിശ്രമിക്കുന്നു. ലോകത്തിൽ കാണുന്ന സുഖസ്ത്രീകളെല്ലാം തന്നെ എൻ്റെ സുഖത്തിന് വേണ്ടിയുള്ള സുന്ദരികളെ സ്ത്രീകളെ പോലും പിടിച്ചെടുക്കാൻ, സീതയെ വരെ കട്ടെടുക്കാൻ തയ്യാറാകുന്നു. ഈ രീതിയിലുള്ള തൻ്റെ വിദ്യയും ധനവും തൻ്റെ ബുദ്ധിശക്തിയും ബലവുമെല്ലാം പല പീഡനത്തിനും ഉപയോഗിക്കുന്ന ദുഷ്ടശക്തിയായിട്ട് നമ്മൾ രാവണനെ കാണും. ഇതെല്ലാമുള്ള ഭഗവാൻ ശ്രീരാമൻ എങ്ങനെയാണ്? തൻ്റെ കയ്യിൽ രാജ്യഭരണം വരാൻ സാധ്യതയുള്ള സമയത്തും സത്യം പാലിക്കണം, അച്ഛൻ്റെ വാക്ക് പാലിക്കണം. അതിനുവേണ്ടി രാജ്യം ഉപേക്ഷിച്ച് കാട്ടിൽ പോകാൻ തയ്യാറാവും. ആ കാട്ടിൽ പോകുന്ന സമയത്തും ഓരോ വ്യക്തിയും കാണുന്ന സമയത്ത് താൻ ഉയർന്നവനാണ്, ബാക്കിയുള്ളവർ താണവനാണെന്നത് ചിന്തയില്ല. തന്നെ കടത്തി വിടുന്ന തൻ്റെ രാജകുടുംബത്തിലുള്ള ഒരു പ്രജയായിട്ടുള്ള ഗോഹനെ താണവനായിട്ടല്ല കാണുന്നത്. ആലിംഗനം ചെന്ന് എൻ്റെ സ്വന്തം സഹോദരനാണ്, എൻ്റെ ഭരതന് തുല്യമാണ്. കാട്ടിൽ പോയി തനിക്ക് ആഹാരം കഴിച്ച ഇച്ചിരി ഭക്ഷണം തരുന്ന ശബരി മാതാവിനെ കാണുമ്പോൾ ഒരു കാട്ടാളത്തെ സ്ത്രീ കടിച്ച് എച്ചിലാക്കിയ ഭക്ഷണം ഞാൻ എങ്ങനെ കഴിക്കും എന്ന് ഭഗവാന്റെ മനസ്സിൽ തോന്നുന്നില്ല. സ്നേഹപൂർവ്വം അതെടുത്ത് ചെറുപ്പകാലത്ത് സ്വന്തം അമ്മ മറ്റേ കൗസല്യ ആഹാരം കൊടുത്തിരുന്ന സമയത്ത് എത്ര രുചിയോടുകൂടി കഴിച്ചോ ആ രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറാവുന്നു, അവർക്ക് മോക്ഷം കൊടുക്കാൻ തയ്യാറാവുന്നു. ഇതേപോലെ വനവാസികളായിട്ടുള്ള ഹനുമാനെയും അതേപോലെ തന്നെ സുഗ്രീവനെ കാണുമ്പോൾ വളരെ സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് നിങ്ങൾ എൻ്റെ സ്വന്തം സഹോദരന്മാരാണെന്ന് കാണാൻ തയ്യാറാവും. രാക്ഷസ കുലത്തിലെ വിഭീഷണനോടും അതേ സമീപനം എടുക്കുന്നത്. ധർമ്മബുദ്ധി ഉണ്ടായുള്ള മനസ്സിൽ, അതുകൊണ്ട് വിഭീഷണനെ സ്വന്തം സഹോദരനായിട്ട് സ്വീകരിക്കുന്നു. അതേ സമയത്ത് ലോകത്തിന് നാശം വരുന്ന രാവണനെ നശിപ്പിക്കാനുള്ള ശക്തിയും ബലവും ബാക്കി ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കാൻ തയ്യാറാവും. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുമിച്ച് പഠിച്ച സ്വന്തം സതീർത്ഥിയാണ്, ദാരിദ്ര്യമാണ്, വിഷമമാണ്, പട്ടിണിയാണ്. വിശന്ന് വലഞ്ഞ് ആ ജീർണിച്ച വസ്ത്രത്തോടുകൂടി വരുന്ന കുചേലനെ കാണുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ കഴിയണം, ഒഴിഞ്ഞു മാറുന്നല്ല തോന്നുന്നത്. നേരെ ചെന്ന് സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് കൊണ്ടുവന്ന് മഞ്ചത്തിലിരുത്തി സ്വന്തം ഭക്തിയെ കൊണ്ട് കാല് കഴുകിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ അദ്ദേഹം കൊണ്ടുവന്ന് അവര് കൊടുക്കാൻ സങ്കോചം തോന്നുന്നു. പക്ഷെ അത് പിടിച്ച് വാങ്ങിച്ച് കഴിക്കാൻ തയ്യാറാകുന്ന ശ്രീകൃഷ്ണൻ. ഈ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെയും എത്ര ഉന്നതമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലെ പാരമ്പര്യത്തിൽ നിന്ന് പഠിപ്പിച്ചു വരുന്നത്. ഈ ഒരു ധാർമ്മികമായ ജീവിതം നയിക്കാൻ സാധിക്കണം. ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ ഹിന്ദു സമുദായത്തിന് ഈ ഒരു ആത്മബോധമില്ല. നമ്മുടെ പൂർവികന്മാരാരാണ്, നമ്മുടെ ചരിത്രം എന്താണ്, നമ്മുടെ ജീവിത സിദ്ധാന്തം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം മറന്ന് ഈ പ്രാകൃതമായ ഭൗതിക സുഖത്തിന് വേണ്ടി ആ തരത്തിൽ ജീവിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ മറന്നിപ്പോയി. ഈ സമൂഹത്തിന് വീണ്ടും തൻ്റെ പൂർവികമായിട്ടുള്ള സ്മരണ, ആത്മബോധം അത് വളർത്താൻ സാധിക്കും. ഈ ഒരു വളർത്താൻ സാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം രാഷ്ട്രീയ സ്വയംസേവക സംഘം അധികാരത്തിൽ കയറാനോ സ്ഥാനം ഉണ്ടാക്കാനോ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥമായ പൂർവിക വൈഭവത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവ്വ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ സിദ്ധാന്തങ്ങൾ പറയൽ മാത്രമല്ല, തലമുറകളായിട്ട് നമ്മുടെ ഓരോ കുടുംബത്തിലും
ഈ ഒരു ഭാവം തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള സിദ്ധാന്തം നമ്മൾ വളർത്തിയിട്ടുണ്ട്. കുടുംബം ഒരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വീട് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ കുടുംബങ്ങളിൽ കൂടി ഇത് പകർന്നു കൊടുക്കാൻ ഒരു ജീവിതചര്യ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പറയുന്ന പഞ്ചമഹായജ്ഞം എന്ന് പറയുന്ന കാര്യങ്ങൾ ഓരോ കുടുംബത്തിലും ഈ കാര്യങ്ങൾ. പഞ്ചമഹായജ്ഞത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും സദ്ഗുണങ്ങളും എല്ലാം തരുന്നതിന് സർവശക്തനായിട്ട് ജഗദീശ്വരനുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ ദൈവത്തോട് നമുക്ക് ചെയ്യാൻ പ്രത്യേക കർത്തവ്യമുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ജീവിതം തന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടല്ലേ. അതുകൊണ്ട് പറയുന്നു ദേവയജ്ഞം നടത്തണം. നമ്മൾ നമ്മുടെ കഴിവുകൊണ്ടല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ടാണുള്ളത്. അതുകൊണ്ട് ഈശ്വര പ്രീതി സമ്പാദിക്കണം. നമ്മുടെ വീട്ടിൽ സ്വന്തം മുറിയിൽ തന്നെ ഒരു വീട്ടിലൊരു ചെറിയ മുറി നമുക്ക് കഴിക്കാൻ ഒരു പൂജാമുറി വേണം. ചിലപ്പോൾ വലിയ വലിയ വീട്ടുകാർക്ക് സാധിക്കും, പക്ഷേ സാധാരണക്കാർക്ക് ആ വീട് പൂജാമുറി ഉണ്ടാവില്ല. അതുകൊണ്ട് വീട്ടിലൊരു കോണിൽ നമ്മൾ ആരാധിക്കുന്ന ദേവന്മാരുടെ ഫോട്ടോ വയ്ക്കുന്നു, അവിടെ വിളക്ക് കത്തിക്കുന്നു, നിത്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുട്ടികളെ കടുത്ത് നമ്മൾ ആ കുട്ടികളുടെ പോയിട്ട് കൊച്ചു കുട്ടികളും കൈകൊണ്ട് ഒപ്പിച്ചിട്ട് നല്ല ബുദ്ധി തരണേ, നല്ല വിദ്യ തരണേ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നല്ല ജീവിതത്തിൽ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പ്രീതി നമുക്ക് ഉണ്ടാകണം. നമ്മൾ വീട്ടിലെ കുടുംബങ്ങൾ ഒരുമിച്ച് അടുത്ത ക്ഷേത്രത്തിൽ പോകുന്നു, ചില തീർത്ഥാടനങ്ങളിൽ പോകുന്നു, മഹാപുരുഷന്മാർ ജനിച്ച തീർത്ഥാടനങ്ങളിൽ പോകുന്നു. ആ തീർത്ഥാടനങ്ങളിൽ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള മഹാപുരുഷന്മാർ ജീവിച്ച ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ഈ രീതിയിലുള്ള ഒരു ദേവയജ്ഞം എന്നുള്ളത് നമ്മുടെ ഓരോ കുടുംബത്തിലും തലമുറകളായി പകർന്നു വരുന്നൊരു കാര്യമാണ്. രണ്ടാമതൊരു ഋഷിയജ്ഞം. ഋഷിയജ്ഞം നമ്മുടെ നാട്ടിലെ ഋഷീശ്വരന്മാർ, ഇപ്പോൾ മഹാഭാരതം, രാമായണം, അതേപോലെ തന്നെ വേദങ്ങൾ, ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം ഈ ഒരു നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് തലമുറകൾക്ക് പകർത്തുന്ന ഈ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ രാമായണത്തിലെ മഹാഭാരതത്തിലെ കഥകളെല്ലാം ഭൗതിക ജീവിതത്തിന് അപ്പുറമായ ഈ ഒരു 4 തൂണുകൾ ഉറച്ചുള്ള ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ ഋഷിയജ്ഞം നമുക്കെന്താ, നമ്മുടെ വീട്ടിൽ ഈ തരത്തിലുള്ള പുണ്യഗ്രന്ഥങ്ങൾ വായിക്കണം. മഹാപുരുഷന്മാർ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചുള്ള സ്മരണ വയ്ക്കും. ആ ഗ്രന്ഥങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കഥകളിൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു കാര്യം ഓരോ കുടുംബത്തിലും നടക്കണം. കാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് പിതൃയജ്ഞം. നമ്മുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ കാരണവന്മാരുണ്ട്. മരിച്ചു കഴിഞ്ഞ ശേഷം അവർ കൊണ്ട് കർമ്മം എന്ത് ചെയ്യുന്നു എന്നുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന മുതിർന്ന ആൾക്കാർ അവർ നമ്മൾ ആദരിക്കണം. അവരുടെ ജീവിതത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നോട്ട് ഈ ജീവിതം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അച്ഛനും മുത്തശ്ശനെയുള്ള ആൾക്കാരെ അവരെ ആദരിക്കുക, അവരിൽ നിന്ന് അനുഗ്രഹമാണ്. കുറച്ച് കുട്ടികൾ തന്നെ കാലുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഈ തരത്തിലുള്ള പിതൃക്കൾക്കുള്ള, അതോടൊപ്പം മൺമറഞ്ഞു പോയ പിതൃക്കളെ ഓർമ്മിച്ചുകൊണ്ടുള്ള അവർക്ക് വേണ്ട ചില കർമ്മങ്ങൾ ചെയ്യലും ഇതെല്ലാം പിതൃയജ്ഞമാണ്. ഇതുകൂടാതെ മനുയജ്ഞം, മാനവയജ്ഞം. അതെന്താ, ഞാൻ ജീവിക്കുന്നു, പക്ഷെ എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ, കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, രോഗികളുണ്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കാറില്ല, പലതരത്തിലുള്ള അസൗകര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ സുഖം കൂടി എൻ്റെ സുഖമാണ്. അതുകൊണ്ട് നമ്മൾ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ ഞാൻ ആ പൈസ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ചെലവ് കുറച്ച് പൈസ ഞാൻ മാറ്റി വയ്ക്കും. നമ്മളെ പൂജാമുറികളൊക്കെ പിന്തിരിക്കുന്നു. നമ്മളെല്ലാവരും എന്തെങ്കിലും പൈസ വരുന്നു, നിത്യമായും എന്തെങ്കിലും നാണയം വരുന്നു. കൊച്ചു കുട്ടികൾ വരുമ്പോൾ അവരോടും പറയുന്നു, അതിലൂടെ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കും, പാവപ്പെട്ടവർക്ക് സഹായിക്കാൻ സാധിക്കണം. ആ നിലയ്ക്ക് ആ പൈസ വെച്ച് നമുക്കറിയാലോ, നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്ത് ഭിക്ഷക്കാർ വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ആഹാരമോ കാര്യങ്ങളോ കൊടുക്കുന്നത് നമ്മളൊരു ദാനമാണ്, ഞങ്ങളൊരു മറ്റുള്ളവർക്ക് വേണ്ടി കരുണ കാണിക്കുന്നു കാണിച്ചിട്ട്. മറിച്ച് നമ്മൾ പറഞ്ഞത് ധർമ്മക്കാരൻ വരുന്നു, നമുക്ക് ധർമ്മം ചെയ്യാനുള്ള ഒരു സന്ദർഭം കിട്ടിയിരിക്കുന്നു, തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആ വാക്ക് വരുമ്പോൾ അതൊക്കെയാണ് നമ്മുടെ പൂർവികന്മാർ നമ്മൾ പറയുന്നത് അതിഥി ദേവോ ഭവ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആഹാരം കഴിക്കാൻ വരും, ഞാൻ ഇന്ന ദിവസം എനിക്ക് ഊണ് വേണമെന്ന് വരുന്നതല്ല അതിഥി. ആഹാരമൊക്കെ തയ്യാറാക്കി വെച്ച് അപ്രതീക്ഷിതമായി
മുമ്പിലൊന്നും എനിക്ക് ആഹാരം വേണമെന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരു ഭിക്ഷക്കാരനോട് കാണില്ല. അതിഥി ദേവോ ഭവ, ഇത് പഠിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ ഭൂതയജ്ഞം എന്നൊരു കാര്യമുണ്ട്. നമ്മൾ മനുഷ്യർ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ഇരിക്കുന്ന മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, കീടങ്ങളുണ്ട്. ഇതെല്ലാത്തിനും മനുഷ്യൻ വിവേക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഈ ഓരോന്നിനെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ പണ്ട് മുതൽ തന്നെ നമ്മുടെ വീട്ടിൽ നല്ല പണക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ റോഡുകൾ മുഴുവൻ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. യാത്രക്കാർ, അന്ന് ഇതുപോലെ വാഹനങ്ങളില്ല, യാത്രക്കാർക്ക് തണൽ വേണം. പല സ്ഥലത്തും അവർ പ്രത്യേകമായിട്ടുള്ള കൽത്തൊട്ടികൾ ഉണ്ടാക്കും, വെള്ളം നിറച്ച് വയ്ക്കും. അങ്ങനെ മൃഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് കുടിക്കാൻ വെള്ളം കൊടുക്കാനുള്ള തൊട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാവും. നമ്മുടെ കുടിയുന്നവർ ഈ യാത്ര വരുന്ന സമയത്ത് അനവധി സ്ഥലത്ത് നമ്മൾ കാശിക്കും ബാക്കി സ്ഥലത്ത് പോകുന്ന സമയത്ത് അവനവൻ്റെ കയ്യിൽ ഈ ഒരു 10-20 ദിവസം താമസിക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടല്ല പോകുന്നത്. എവിടെ പോയാലും ശരി സത്രങ്ങളുണ്ടാകും. പണക്കാരായ ആൾക്കാർ സത്രങ്ങൾ പഠിക്കും, ആഹാരത്തിൻ്റെ വ്യവസ്ഥ കൊടുക്കും. അവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാം, ആഹാരം കഴിക്കാം, യാത്ര ഉണ്ട്. അതുകൊണ്ട് പണ്ട് പറയാറുണ്ട്, ഒരു പാള പറയാറില്ല, കവുങ്ങിൻ്റെ പാള. ആ കവുങ്ങിൻ്റെ പാളകളും എന്താ? അത് നല്ല വെയിലത്ത് നടക്കുമ്പോൾ വീശാം, വെയിലത്ത് കുടയായി പിടിക്കാം, കാശിക്കുമ്പോൾ ഭിക്ഷാപാത്രമാക്കാം. എല്ലാത്തിനും വേറെ ഒന്നും നമ്മൾ ഒരു നയാപൈസ കയ്യിൽ എഴുതേണ്ട ആവശ്യമില്ല. ഭാരതം മുഴുവൻ പൂർണ്ണമായിട്ടും സഞ്ചരിക്കാൻ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും മുതിർന്നവർക്ക് ചെയ്തിരിക്കുന്നു. വീടുകളിൽ ഒരു പ്രത്യേക പാത്രത്തിൽ വെള്ളം പക്ഷികൾക്ക് ലഭിക്കുന്നു. രാവിലെ നേരത്തെ ആഹാരം എടുക്കുന്ന സമയത്ത് ഒരു പിടി കാര്യം നമ്മൾ മുറ്റത്തിടുന്നു, പക്ഷികളൊന്ന് കുത്തിയെടുക്കുന്നു. നമ്മുടെ വീട്ടിൽ വലിയ വലിയ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അരിമാവ് കൊണ്ടുള്ള അടിയ കഴിക്കുന്നു. നമ്മൾ ആഹാരത്തെ ഉപസമൃദ്ധം സന്ധ്യയ്ക്ക് ഇതെല്ലാം വരും മാറ്റി മുറ്റത്തിടുന്ന സമയത്ത് ചെറിയ ചെറിയ ഉറുമ്പും പാറ്റിയും അത് കഴിക്കാൻ പറ്റും. ഉറുമ്പിനും പാറ്റിക്കും പോലും ഇല്ല. നമ്മൾ നടക്കുന്നു, സർപ്പപൂജ നടത്തുന്നു, നാഗത്തെ ആരാധിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സർവഭൂത ഹിതേരത, എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകണം എന്നുള്ള സങ്കല്പത്തിലും ജീവിക്കുന്നു. ഇത്രയും വിശാലമായ സങ്കല്പം മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഈ രീതിയിലുള്ള വിശാലമായ സങ്കല്പത്തിന് പ്രായോഗിക മാർഗം നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചത്. നിർഭാഗ്യവശാൽ കാലപ്പഴക്കത്തിൻ്റെ ഒഴുക്കിൽ ഈ തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ മാറും. നമ്മൾ വീണ്ടും നമ്മുടെ ശ്രേഷ്ഠമായ ലോകത്തിന് മുകളിൽ ജഗദ്ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാനത്തിന് ഭാരതം ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ വീട്ടിലും നമ്മുടെ ആചാരങ്ങളിൽ കൊണ്ടിട്ട് നമുക്കിതുണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സ്ഥിതിയിൽ അനവധി പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ നമ്മുടെ തലയിൽ വരും. വിദേശ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തെ സംസ്കാരം നശിപ്പിക്കാനുള്ള ആശയങ്ങൾ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ ആവശ്യമില്ല. കുടുംബജീവിതം തടസ്സമാണ്, നമ്മുടെ സുഖത്തിന് തടസ്സമാണ്. ഒരു ലിവിങ് ടുഗദർ, കുട്ടികളുടെ ആവശ്യം എന്താ? നമുക്ക് ജീവിക്കാൻ സുഖിക്കണം, ആണും കൊണ്ടുവരുമ്പോൾ ജീവിച്ചാൽ പോലും. ഈ ലിവിങ് ടുഗദർ എന്നുള്ള സിദ്ധാന്തം, നമ്മുടെ ഈ സിദ്ധാന്തം നമ്മളെ തകർക്കുന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സ്വഭാവം നമ്മൾ വളരെ വ്യാപകമാവുന്നു. ലോകത്തിൽ ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആ ജീവിതത്തിലെ ആ സമൂഹത്തിൻ്റെ ജീവിത മൂല്യങ്ങളെ തകർക്കുന്നതാണ്. അതിനുവേണ്ടിയുള്ള അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വൈദേശിക ആശയത്തിന് പേരിൽ വളരെ വ്യാപകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് കാര്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വിശേഷമില്ല. ഒരു പെൺകുട്ടി 20-25 വയസ്സായി കഴിഞ്ഞാൽ സ്വന്തം കാര്യമുണ്ടെങ്കിൽ ആ കുട്ടി പറഞ്ഞു എനിക്കെന്തിനാ വിവാഹം വേണ്ട, കുടുംബം വേണ്ട. ഈ ഒരു കുടുംബ മൂല്യങ്ങൾ തകർത്തിട്ടുള്ള ഭൗതികതയിൽ ഊന്നി നിന്നുള്ളൊരു ജീവിതത്തിന് പ്രാധാന്യം പോയി. പക്ഷേ സന്തോഷകരമായ കാര്യം, ഇത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല. ജീവിതത്തിൽ ആചരിക്കുന്ന ആൾക്കാർ, ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടി, ആ ഉരുൾപൊട്ടി ദുരന്തത്തിന് വിധേയമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നു. തമിഴ്നാട്ടിൽ നിന്ന് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ ആ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അദ്ദേഹം അവിടെ വന്നിരുന്നു. അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടെന്ന് കേട്ട ഉടനെ തന്നെ അവിടെ അവരൊരുമിച്ച് കൂടി അവർ ചിന്തിച്ചു, ഇവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ധാരാളം ആൾക്കാർ വീട് വെച്ച് കൊടുക്കാൻ വരുന്നു, ആഹാരം കൊടുക്കാനും കാര്യങ്ങളൊക്കെ വരുന്നു. ആ സമയത്ത് അവർ ചിന്തിച്ചു, നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്,
ഈ ദുരന്തം കാരണം ഒട്ടനവധി കുട്ടികൾ, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം തകർന്നിട്ടുണ്ടാവും. ആരും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നു, ഒരു 100 കുട്ടികൾക്ക് അവർക്ക് ഏത് ഉയർന്ന ക്ലാസ് വരെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതുവരെ പഠിപ്പിക്കാനുള്ള അതിൻ്റെ ചിലവ് നമ്മൾ നടത്താം. ഇപ്പോൾ ആദ്യത്തെ കഴിവായിട്ട് 1 കോടി രൂപ കൊടുക്കാൻ തയ്യാറായി. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇവിടെ നിർത്തണ്ട. നിങ്ങൾക്ക് ഏത് സമയത്ത് ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ടോ അതിനുള്ള വിദ്യാഭ്യാസത്തിൻ്റെ എക്സ്പെൻസസ് മുതൽ ഞങ്ങൾ നടത്താൻ തയ്യാറാണ്. അടുത്ത ദിവസം നമ്മുടെ നാട്ടിലെ ഒരു നല്ല ധനവാനായിട്ടുള്ള രത്തൻ ടാറ്റയെക്കുറിച്ച് ഒരു വാർത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു. അദ്ദേഹത്തോട് പത്രപ്രതി ചോദിക്കുന്നു, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള സമയം എപ്പോഴായിരുന്നു? അപ്പോൾ അദ്ദേഹം കുറച്ചൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കൂടെ ഈ കച്ചവടത്തിനൊക്കെ ഈ ബിസിനസ് വന്ന സമയത്ത് അന്ന് ഈ ടാറ്റയുടെ ഈ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും ഇതിൻ്റേതായിട്ടുള്ള ശാഖകൾ വേണം എന്നൊരു ആഗ്രഹമുണ്ടായി. ഞാൻ പരിശ്രമിച്ചു, അതിലെനിക്ക് വിജയം കിട്ടി. പക്ഷെ എൻ്റെ മനസ്സിന് പൂർണ്ണമായുള്ള തൃപ്തി വന്നില്ല. അത് കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിൽ തോന്നി, ഭാരതത്തിലുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ നമ്മുടെ സ്ഥാപനം ഉണ്ടാകണം എന്ന് വെച്ചാൽ അതിനുവേണ്ടി പരിശ്രമിച്ചു. അതിൽ ഞാൻ വിജയിച്ചു. പിന്നെ ഇഷ്ടംപോലെ പൈസയും ബാക്കി കാര്യങ്ങളും എൻ്റെ മനസ്സിന് വേണ്ടത്ര സ്വസ്ഥത കിട്ടിയില്ല. ആ സമയത്താണ് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഒരു 400 കുടുംബങ്ങളെ അവർക്ക് താമസിക്കാനും അവരുടെ ജീവിതത്തിൽ നിന്നും തൊഴിൽ കൊടുക്കാനും അവരുടെ ജീവിതത്തിന് സന്തോഷം കൊടുക്കാനൊരു സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിൽ അങ്ങയുടെ സഹായം വേണം. ഞങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ ആ സ്ഥാപനത്തിൽ അവർ നടത്തുന്ന ആൾക്കാരെ ഒന്ന് വെച്ചു. ഇങ്ങനെ കിട്ടിയ ആൾക്കാരെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെയൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ആ പരിപാടിയിൽ വരണം. ഈ എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയിൽ ഈ രത്തൻ ടാറ്റയെ അവർ വിളിച്ചു. അദ്ദേഹം അവിടെ പോയി. ആദ്യം പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ അഹങ്കാരം, ഞാൻ ഇവരെയും കൂടെ സഹായിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ പോയ സമയത്ത് അവരുടെ എല്ലാവരുടെയും സന്തോഷം, അവരുടെ മുഖത്തെ ആ ഒരു കുട്ടിയുടെ ആനന്ദം, അത് കണ്ട സമയത്ത് ഇതേവരെ അനുഭവിക്കാത്തൊരു ആനന്ദം എൻ്റെ മനസ്സിൽ തോന്നി. വാസ്തവത്തിൽ ഞാൻ അവരെ സഹായിക്കാതെ ചെയ്തു, അവരെന്നെ സഹായിച്ചത്. ഈ ഒരു തരത്തിൽ ആനന്ദം അനുഭവിക്കാനുള്ള സന്ദർഭം എനിക്ക് അവർ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഈ ഒരു ഇതറിഞ്ഞത് ഈ രീതിയിൽ ബാക്കിയുള്ളവരുടെ സന്തോഷം കണ്ട് ആനന്ദിക്കാനുള്ള നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ച സിദ്ധാന്തം, അതാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം.